അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരിയുണ്ടൊക്കെ ഇഷ്ടമില്ലാത്ത മലയാളികൾ ഉണ്ടാവോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് അരി വറുത്തെടുക്കുക എന്നുള്ളത് കുറച്ച് സമയം എടുക്കുന്നതും എന്നെപ്പോലെ മടി പിടിച്ചവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളിന്ന് അതേ ടേസ്റ്റിൽ എളുപ്പത്തിൽ അവലും കുറച്ച് ധാന്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഉണ്ട റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി സമയം കളയാതെ ഈസി ആയിട്ടുള്ള ഈ ഹെൽത്തി സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. ബിസ്മില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം അല്ലേ. ആദ്യം തന്നെ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പാത്രം അതവിടെ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം അവൽ ചേർത്തിട്ട് അങ്ങോട്ട് വറുത്തെടുക്കാം. നമ്മളിപ്പോൾ ഒരു 250 ഗ്രാം അവലാണ് എടുത്തിട്ടുള്ളത്, അതായത് ഏകദേശം ഒരു 3 കപ്പ്. ഇനി നമുക്ക് ഈ അവൽ നല്ല മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കരിയാത്ത രീതിയിൽ ഇളക്കിയിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. പിന്നെ നമ്മൾ ഈ അവൽ കഴുകിയെടുത്തിട്ടൊന്നല്ല നമ്മൾ വറുത്തെടുക്കുന്നത്. നമ്മളതിൽ എന്തെങ്കിലുമൊക്കെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മുറത്തിലിട്ടിട്ട് പാറ്റിയെടുത്താൽ മതി. നമ്മൾ കഴുകിയെടുത്താൽ നമുക്ക് ഇതേപോലെ വറുത്തെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇത് വറുത്തെടുക്കാൻ അത്ര അധികം സമയമൊന്നും എടുക്കില്ല കേട്ടോ. നമ്മൾ സാധാരണ അരിയുണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അരി വറുക്കാനാണ് ഏറ്റവും കൂടുതൽ സമയം വേണ്ടത്. ഇത് അതുപോലല്ല. നമ്മൾ അവൽ നന്നായിട്ട് ചൂടായി നമ്മൾ കയ്യിലെടുത്തൊന്ന് പൊടിച്ചു നോക്കിയാൽ നല്ലോണം പൊടിയുന്നൊരു രീതിയിലായി കിട്ടണം. അത്രമാത്രം നമ്മൾ അവൽ വറുത്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ അവൽ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിൽ തന്നെ നമുക്കൊരു 1.5 ടീസ്പൂൺ നല്ല ജീരകവും ഒരു 3 ഏലക്കായും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇതൊക്കെ ഒരു ഫ്ലേവറിന് ചേർക്കുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഇത് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ചേർക്കാതെ ഉണ്ടാക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ ജീരകമൊക്കെ മൂത്തിട്ട് നല്ലൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിത് 1 ടീസ്പൂൺ കറുത്ത എള്ളും കൂടെ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. പിന്നെ ഇതൊക്കെ വറുത്തെടുക്കുമ്പോൾ തീ നല്ല ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ എള്ള് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അവലിൻ്റെ കൂടെ ചേർത്തിട്ട് പൊടിച്ചെടുക്കണില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതാ നമുക്ക് കടല വറുത്തെടുക്കാം. ഇതിപ്പോൾ വറുക്കാത്ത കടല ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ നന്നായിട്ട് വറുത്തെടുക്കുന്നത്. നമുക്ക് നാട്ടിലൊക്കെ ആകുമ്പോൾ നല്ല വറുത്ത കടലയും കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നമുക്കൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. പിന്നെ ഇതൊരു 50 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇനി കടല ഇങ്ങനെ വറുക്കാൻ താല്പര്യമില്ലെങ്കിൽ 2 മിനിറ്റ് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്താലും മതി. ഇപ്പോൾ ഇതാ നമ്മളെ കടല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മളിതാ ചെറുപയർ പരിപ്പാണ് വറുത്തെടുക്കുന്നത്, അതായത് നമ്മൾ കിച്ചടി പരിപ്പ്. അപ്പോൾ ഞാനതൊന്ന് ചെറുതായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതാ ഞാനൊരു 50 ഗ്രാം കിസ്മിസ് എടുത്തിട്ടുണ്ട്, അതായത് നമ്മൾ ഉണക്കമുന്തിരി. ഇതൊന്ന് ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. പലർക്കും ഈ ഒരു ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല. ഈ മധുരം അധികം ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ചേർക്കാത്തതായിരിക്കും നല്ലത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നെയ്യിൽ ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുത്താലും മതി. ഇനി ഇതൊരു 50 ഗ്രാം ബദാമും അതേപോലെ തന്നെ ഒരു 50 ഗ്രാം കാഷ്യൂ നട്ട്സും കൂടെ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒന്ന് ചെറുതായിട്ട് നെയ്യിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. അതായത് ബദാമും കാഷ്യൂ നട്ട്സ് കിസ്മിസും അതൊക്കെ ഒന്ന് ചെറുതായിട്ട് നെയ്യിലിട്ടിട്ട് വേണമെങ്കിൽ മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് 1 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ്, അല്ലെങ്കിൽ നമ്മളെ സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ കടലപ്പരിപ്പ് ആയാലും മതി. അതും 1 ടേബിൾ സ്പൂൺ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. അതിൻ്റെ ഒരു പച്ച മണം പോകുന്ന വരെ ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം. ഇനി ഇത് മമ്പയർ അല്ലെങ്കിൽ നമ്മളെ ചുവന്ന പയർ 1 ടേബിൾ സ്പൂണാണ് കേട്ടോ എടുത്തുള്ളത്. അതും ഇതുപോലെ തന്നെ അങ്ങോട്ട് വറുത്തെടുക്കുക. അതേപോലെ തന്നെ നമ്മളെ കടല അല്ലെങ്കിൽ നമ്മളെ മണിക്കടല, നമ്മൾ സാധാരണ പുട്ടിനൊക്കെ കൂട്ടുന്ന കടല, അതും 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. പിന്നെ കടല ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ടുള്ളൂ കേട്ടോ, കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല. ഇതേപോലെ തന്നെ ചെറുപയർ ഉണ്ടെങ്കിൽ അതും കൂടെ ഇതുപോലെ തന്നെ അങ്ങോട്ട് വറുത്തെടുക്കാം. ഇതിൻ്റെയൊക്കെ ഒരു പച്ച കുത്ത് മാറി കിട്ടുന്നവരെ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ ഇതാ നമ്മളെ വറുക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു ചെറിയ ചൂടിൽ തന്നെ നമുക്ക് വേഗം അങ്ങോട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മളിതാ അവലും ധാന്യങ്ങളും പിന്നെ ജീരകവും ഏലക്കായും ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കാൻ പോണത്. അപ്പോൾ ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് പകുതി അവലും ധാന്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അങ്ങോട്ട് പൊടിച്ചെടുക്കാം. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ അങ്ങോട്ട് പൊടിച്ചെടുത്തിട്ട് വരാം.
ഇനി നമുക്ക് ഈ നട്ട്സ് എല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതാ കടല ഒന്ന് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വറുത്തെടുത്തിട്ടുള്ള കാഷ്യൂ നട്ട്സും ബദാമും അതെല്ലാം കൂടെ നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊന്ന് ചൂടാക്കി വെച്ചിട്ടുള്ള കിസ്മിസ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല നൈസായിട്ട് പൊടിച്ച് ചേർക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിപ്പോൾ ഇത് ചെറുതായിട്ട് തരിതരിപ്പോടെ പൊടിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതാ നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ അവലിൻ്റെ മിക്സിലേക്ക് നമ്മൾ നട്ട്സ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ കറുത്ത എള്ള് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ചേർക്കാം. ഇതിൻ്റെ കൂടെ ഒരു 2 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 നുള്ളു ഉപ്പ് മതി പറഞ്ഞാൽ 2 നുള്ളു മാത്രം തന്നെ മതി. നമ്മളെ മധുരം ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതേപോലെ തന്നെ കുറേ ദിവസങ്ങളോളം സ്റ്റോർ ചെയ്ത് വെക്കാം. പക്ഷെ ഞാനിന്നത് വളരെ കുറച്ച് മാത്രമേ ഇവിടെ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. അപ്പോൾ അത് ഇന്ന് തന്നെ കാലിയാവും. നമുക്കിതിൽ കുറച്ച് ശർക്കരയും തേങ്ങയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും പിന്നെ ഒരു 1/2 കപ്പ് ശർക്കര ചിരകിയതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ട് അരിഞ്ഞിട്ടില്ല, എന്നാലും ശർക്കരയും തേങ്ങയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതാ 1 കപ്പ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യത്തിന് ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഉരുട്ടിയെടുക്കാൻ പാകത്തിനാവുന്നത് വരെ കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതാ 1 കപ്പ് പൊടി മുഴുവനായി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഈ പൊടിയിൽ ഞാൻ കുറച്ച് ശർക്കരയും തേങ്ങയും കൂടി കുഴച്ചെടുത്തതാണ്. നമുക്ക് കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ ഇതുപോലെ പൊടിയായിട്ട് കഴിക്കാനും ടേസ്റ്റാണ്. പിന്നെ ഇതിപ്പോൾ നമ്മൾ കുറച്ചധികം ശർക്കരയും തേങ്ങയും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതാ ഇത്രയും കൂടെ പൊടി ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഇഷ്ടമായത് അതുപോലെ ഉണ്ടാക്കി നോക്കാം. പിന്നെ ഞാനിതിൽ ചെറുപയറും പൊട്ടുകടലയും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസ് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി പെട്ടെന്ന് കരി കൊണ്ട് കഴിക്കാനൊക്കെ തോന്നുമ്പോൾ അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മളെ അവലുണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കി നോക്കുക. കൂടെ കമൻറ്റ് ചെയ്യുക, ഫോട്ടോസൊക്കെ അയച്ചു തരാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.